നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതസമരം രാഷ്ട്രീയമായി ഏറ്റെടുത്ത CPI. ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈ നട്ടും CPIയുടെ പ്രതിഷേധം. RSSന്റെ ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി K. രാജൻ. പ്രത്യക്ഷ ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ സർക്കാരും CPMഉം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ. കരാർ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറെന്ന് കത്തെഴുതി പാക് സർക്കാർ. നിലവിൽ ചർച്ചയ്ക്കില്ലെന്നും കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും ഇന്ത്യ. ബലിപ്പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ. ആശംസകൾ കൈമാറിയും ബന്ധുവീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ. പ്രചരണ തിരക്കിലും പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികൾ. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് യാത്രാമൊഴി. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കാരം നടത്തി. KPCC ആസ്ഥാനത്തെ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിൽ. അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയത് ദിയയുടെ നിർദ്ദേശപ്രകാരം നികുതി പ്രശ്നം ഒഴിവാക്കാനെന്ന് പരാതിക്കാർ. പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ദിയ കൃഷ്ണ. 2 പരാതികളിലും കേസെടുത്ത് പോലീസ്. മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുമെന്ന് ആവർത്തിച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. സ്പോൺസർ മാച്ച് ഫീ അടച്ചെന്നും സാമ്പത്തികമായി ഒരു ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കില്ലെന്നും മന്ത്രി. ബംഗളൂരുവിലെ വിക്ടറി പരേഡ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചതായി റിപ്പോർട്ട്. ഭാരതാംബയെ ഭരണഘടനാ വിരുദ്ധ ദേശവിരുദ്ധ ആശയങ്ങളുടെ പ്രചരണത്തിനായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് വൃക്ഷത്തൈ നട്ട് പ്രതിഷേധിച്ച് CPI. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടു. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വൃക്ഷത്തൈ നട്ടത്. തൈ നട്ട് വിവിധയിടങ്ങളിൽ CPI പ്രതിഷേധിച്ചു. മന്ത്രി K. രാജന്റെയും VS സുനിൽകുമാറിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ബിനോയ് വിശ്വം CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി വൃക്ഷത്തൈ നാട്ടിയത്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ് വൃക്ഷത്തൈ നാട്ടിയത്. ഭാരത് മാത ദേശസ്നേഹത്തിന്റെ പ്രതീകമാണ്. RSSന്റെ കൊടിപിടിച്ചു നിൽക്കുന്നതല്ല. പ്രകൃതിയും ദേശസ്നേഹവും ചേർന്നതാണ് ഭാരത് മാത എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സ്വതന്ത്ര പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. അതിന് നിശ്ചിത മുഖച്ഛായ കൽപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. ഭാരതാംബ എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തിന്റെ പ്രതീകം ഈ കൊടിയാണ്. ഇന്ത്യൻ ജനകോടികളെ എന്നും ആവേശം കൊള്ളിച്ച ഈ മൂവർണ്ണ കൊടി, അതാണ് ഇന്ത്യക്ക് പ്രതീകം ഭാരതാംബയുടെ. RSSന്റെ ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നു. RSSന്റെ കാവിച്ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ലെന്നും ഗവർണർ ഭരണഘടനാപരമായി നിലകൊള്ളണമെന്നും മന്ത്രി K. രാജനും പറഞ്ഞു. RSSന്റെ ചിഹ്നങ്ങളെ രാഷ്ട്രചിഹ്നങ്ങളാക്കി മാറ്റാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ല. RSSന്റെ പതാക പിടിച്ച അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാവ്യ ചിഹ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് അതെല്ലാം ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളാകണം എന്നാരെങ്കിലും വാശി പിടിച്ചാൽ അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലയായി ഒരു കാരണവശാലും രാജ്ഭവൻ മാറാൻ പാടില്ല. തൈനട്ട വിവിധയിടങ്ങളിൽ CPI പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുമെന്നും CPI അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിന പരിപാടി വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഏത് വസ്ത്രം ധരിച്ചാലും അമ്മ അമ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാത തകർച്ചയിൽ അപാകതകൾ പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരതാംബ എന്ന് പറയുന്ന അമ്മയാണ് അല്ലേ? എല്ലാവരും പത്രത്തിൽ വന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഭാരതാംബ ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങൾ പൂജിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇതിങ്ങനെ മാറ്റിയാൽ മതിയായിരുന്നു, അതിങ്ങനെ മാറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ളതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെയല്ല, മറ്റേതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയല്ലേ? അമ്മ വസ്ത്രം ധരിച്ചാൽ ചില വസ്ത്രം ചില മക്കൾക്ക് ഇഷ്ടപ്പെടും, ചില മക്കൾ പറയും അത് വേണ്ട മറ്റേ ധരിക്കാൻ പറയും. അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിക്കുന്നുള്ളൂ, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഭാരതാംബയെ. ആ കാര്യത്തിൽ ചിന്താക്കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മ പരമ്പരാഗത വസ്ത്രം ധരിക്കണോ ആധുനിക വസ്ത്രം ധരിക്കണോ എന്നുള്ള അവകാശം, അത് അംഗീകരിക്കാനുള്ള അവകാശം എനിക്കില്ലേ.
സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യക്ക് വീണ്ടും കത്തെഴുതി പാകിസ്ഥാൻ. കരാർ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്ക പരിഹരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ പറയുന്നു. എന്നാൽ സിന്ധു നദീജല കരാറിൽ നിലവിൽ ചർച്ചകൾക്ക് താൽപര്യമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. തന്ത്രപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പാകിസ്ഥാനോട് നയം വ്യക്തമാക്കിയിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. വിഷയത്തിൽ ഇടപെടണമെന്ന് ലോകബാങ്കിനോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ലോകബാങ്ക് ഇതിന് തയ്യാറായില്ല. നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമത്തിലൂടെ കടന്നു പോവുകയാണെന്നാണ് നിഗമനം. മേഖലയിലെ കൃഷി സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കരാർ റദ്ദാക്കിയത് കർഷകരെ വൻ ദുരിതത്തിലാക്കിയെന്നാണ് സൂചന. ഇതിന് പിന്നാലെയാണ് നടപടി മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തുകൾ അയച്ചിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 4 കത്തുകൾ ഇന്ത്യക്ക് അയച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് ജലമന്ത്രാലയം സെക്രട്ടറി സെയ്ദ് അലി മുർത്താസയാണ് ജൽശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചത്. ഇത് മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 2024 നവംബറിൽ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന രാഹുലിന്റെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കോൺഗ്രസിന് മറുപടി നൽകിയിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും അട്ടിമറി ആവർത്തിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. ആരോപണങ്ങളിൽ കോൺഗ്രസിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും മറുപടി വെബ്സൈറ്റിലുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. രാഹുലിന്റെ ആരോപണങ്ങൾക്കെതിരെ BJPയും പ്രതികരിച്ചു. ആരോപണം ബാലിശമാണെന്നും പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ പ്രതികരണത്തിന് തുല്യമാണെന്നും BJP പറഞ്ഞു. രാഹുലിന് പരാജയഭീതിയാണെന്നും BJP കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീനുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നല്ലതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ അവർ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ലെന്നും BJP MLA രാം കദൻ പറഞ്ഞു. അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അതുമായി കോടതിയിൽ പോകട്ടെ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവമതിക്കലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജനാധിപത്യത്തിൽ കൃത്രിമം കാണിക്കുന്നതിന്റെ രൂപരേഖയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് ആവർത്തിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തിയത്. 5 ഘട്ടങ്ങളായിട്ടാണ് അട്ടിമറി നടത്തിയത്. ഇത്തരം തട്ടിപ്പുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP വീണ്ടും ഉപയോഗിക്കുമെന്നും രാഹുൽ ഗാന്ധി തന്റെ എക്സ് പോസ്റ്റിലൂടെ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഈ ക്രമക്കേട് ആവർത്തിക്കുമെന്നും 2024-ലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കബളിപ്പിക്കാനുള്ള ഒരു രൂപരേഖയായിരുന്നുവെന്നുമാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ദേശീയ മാധ്യമത്തിന് നൽകിയ ലേഖനത്തിൽ ഘട്ടം ഘട്ടമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം, വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ ചേർക്കൽ, പോളിംഗ് ശതമാനത്തിലെ തിരിമറി, BJPക്ക് വിജയിക്കേണ്ടയിടത്ത് കള്ളവോട്ട് ചെയ്യുക, അതിന്റെ തെളിവുകൾ മറച്ചുവെക്കുക എന്നിങ്ങനെ രാഹുൽ ഗാന്ധി ലേഖനത്തിലും എക്സ്പോസ്റ്റിലും ഘട്ടം ഘട്ടമായി അട്ടിമറിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ BJP വിജയിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും രാഹുൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മഹാത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. മസ്ജിദുകളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. തിരുവനന്തപുരത്തെ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. على آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം. وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും ഇസ്മയിൽ നബിയുടെ സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്ദേശങ്ങൾ കൈമാറിയുമാണ് വിശ്വാസികൾ വീടുകളിലേക്ക് തിരിച്ചത്. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈദ് നമസ്കാരം സംഘടിപ്പിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇമാം ഈദ് സന്ദേശം നൽകിയത്. മനുഷ്യരെ അന്യായമായി വധിക്കുന്നത്
പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി, ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി. വഖഫ് നിയമ ഭേദഗതിയിൽ ആത്മവിശ്വാസം കൈവിടാതെ പോരാട്ട ഭൂമികയിൽ സജീവമാകാൻ ഇമാം ആഹ്വാനം ചെയ്തു. ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. പലസ്തീനിൽ നടക്കുന്ന മനുഷ്യക്കുരുതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ മൗനം ആശങ്കാജനകമാണെന്നും ഇമാം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളത്തും വിവിധ മുസ്ലിം പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കലൂർ മുസ്ലിം ജമാഅത്ത് ജുമുഅ മസ്ജിദിൽ സയ്യിദ് സ്വാലാഹുദ്ദീൻ ബുഖാരിയുടെ നേതൃത്വത്തിൽ രാവിലെ 7:45 നിസ്കാരം നടന്നത്. കലൂർ ഹിദായത്തുൽ ഇസ്ലാം ബദർ ജുമാ മസ്ജിദിൽ സുബൈർ സഖാഫി മേലാറ്റൂരിന്റെ നേതൃത്വത്തിൽ നമസ്കാരം നടന്നു. നമസ്കാര ശേഷം വീടുകളിൽ വിരുന്ന് സൽക്കാരം സംഘടിപ്പിച്ചും ആശംസകൾ നേർന്നും വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷമാക്കുകയായിരുന്നു. മലബാർ മേഖലയിലെ വിവിധയിടങ്ങളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കോഴിക്കോട് പാളയം മൊഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ജാതിമതത്തിന് അതീതമായി തീവ്രവാദത്തിനെതിരെ പോരാടണമെന്നും നന്മയുടെ സന്ദേശം പകരുന്ന സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് ഓരോ ഇസ്ലാം മതവിശ്വാസിയും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. മലബാർ മേഖലയിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രഭാഷണവും നടന്നു. മഴ ആശങ്കയുള്ളതിനാൽ ഈദ്ഗാഹുകൾ പൊതുവെ കുറവായിരുന്നു. കോഴിക്കോട് പാളയം മൊഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ജാതിമത ചിന്തകൾക്ക് അതീതമായി തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് അദ്ദേഹം പറഞ്ഞു. നന്മകളുടെ സന്ദേശം പകരുന്ന സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. സമർപ്പണം, സ്നേഹം, കാരുണ്യം, വിട്ടുവീഴ്ച, ഇഷ്ടം, ബഹുമാനം തുടങ്ങിയ നന്മകൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണിത്. മഹാപ്രവാചകനായിരുന്ന ഇബ്രാഹിം നബിയുടെ, അബ്രഹാം പ്രവാചകൻ്റെ ത്യാഗോജ്വലമായ ജീവിതം അയവിറക്കുന്ന ഒരു ദിവസവും കൂടിയാണിത്. പെരുന്നാൾ നമസ്കാരത്തിനും പ്രഭാഷണത്തിനും ശേഷം പരസ്പരം ഈദ് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ പള്ളിയിൽ നിന്നും മടങ്ങിയത്. ശേഷം പള്ളികൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും ബലികർമ്മങ്ങളും ബലിമാംസ വിതരണവും നടന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ബലിപ്പെരുന്നാൾ ദിനത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുക്കട്ട ജുമാ മസ്ജിദിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എടക്കരയിലും പെരുന്നാൾ നമസ്കാരം നടത്തിയ ശേഷമാണ് പ്രചരണത്തിനിറങ്ങിയത്. ബക്രീദ് അവധിയുടെ ആലസ്യത്തിലായിരുന്നു മണ്ഡലം പൊതുവെയെങ്കിലും സ്ഥാനാർത്ഥികൾ ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുക്കട്ടെ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരം നടത്തിയാണ് പ്രചരണത്തിനിറങ്ങിയത്. പെരുന്നാൾ ആയതിനാൽ എല്ലാവരും വീട്ടിൽ ഒത്തുകൂടുന്ന അവസരം മുതലെടുത്ത് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. ത്യാഗത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ ദിനമായ ഇന്ന് പരമാവധി നമുക്ക് ആളുകളോട് സ്നേഹം പങ്കിടാനും ആശ്ലേഷിക്കാനും അസുഖബാധിതരായ കാണാനും കുടുംബ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുമൊക്കെ മനസ്സിൽ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവരുമായിട്ട് ആ വെറുപ്പൊക്കെ അകറ്റി അവരെ കൂടി സ്നേഹത്തിൻ്റെ വലയിലാക്കാനും ഒക്കെയുള്ളൊരു വലിയ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എടക്കര മസ്ജിദുസ്സലാമിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. നിലമ്പൂരിൽ തൃക്കാക്കര ആവർത്തിക്കുമെന്ന് അൻവർ പറഞ്ഞു. ഈ ഒരു തെരഞ്ഞെടുപ്പ് പിണറായിസം ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവും. മുഖ്യമന്ത്രി വരുന്നതിന് എന്താ കുഴപ്പം? അദ്ദേഹം തൃക്കാക്കര ഒരു 18 ദിവസം ഉണ്ടായിരുന്നല്ലോ. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞതാണ്, നിങ്ങളിവിടെ നിൽക്കരുത്, കാരണം തോൽക്കാൻ പോവാണ്.
CM നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും പരാജയപ്പെട്ടു എന്നുള്ള ഒരു മോശപ്പെട്ട അവസ്ഥ വരുമെന്ന് ഞാൻ പറഞ്ഞതാണ്. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് ആരാധനാലയങ്ങളിലും വീടുകളിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബയുടെ വീട്ടിലായിരുന്നു പെരുന്നാൾ വിരുന്ന്. നാളെ മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നീണ്ട നിര തന്നെ LDFനായി മണ്ഡലത്തിലെത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പാട്ടക്കരിമ്പ് ഉന്നതിയിലെ ആദിവാസി കോളനിവാസികളോടൊപ്പമാണ് പെരുന്നാൾ ദിനത്തിലെ ഉച്ചഭക്ഷണം കഴിച്ചത്. പോത്തുകല്ല് പഞ്ചായത്തിലാണ് ഇന്ന് NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മണ്ഡലത്തിലുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തും. ഇതോടെ മണ്ഡലത്തിൽ പ്രചരണം ഉച്ചസ്ഥായിലാകും. അമൃത ന്യൂസ്, മലപ്പുറം. മലയോര മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് മോഹൻ ജോർജിനെ NDA സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ എത്തിച്ചു നടത്തുന്ന പ്രവർത്തനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് BJP. ജോർജ് കുര്യൻ, ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയ നേതാക്കളാണ് മലയോര മേഖലയിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റബ്ബർ വില മുതൽ മനുഷ്യ വന്യജീവി സംഘർഷം വരെ ഇവിടെ തെരഞ്ഞെടുപ്പ് വിഷയമാണ്. പ്രചരണത്തിനെത്തിയ ജോർജ് കുര്യൻ 2023 കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോത്തുകൽ ചെമ്പൻകൊല്ലി ജോസിന്റെ വീട്ടിൽ NDA സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കൂടാതെ കോട്ടക്കുന്ന് ഇഹിയ ഉസുന്ന പള്ളി മദ്രസയും സന്ദർശിച്ചു. ഓർത്തഡോക്സ് സഭാ വികാരി ഫാദർ മാർക്കോസിനെയും സന്ദർശിച്ച മന്ത്രി ജോർജ് കുര്യനും സ്ഥാനാർത്ഥി മോഹൻ ജോർജും എടക്കര സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച പെരുന്നാൾ സൽക്കാരത്തിലും പങ്കെടുത്തു. ഇന്ന് തിരിച്ചു പോകുന്ന കേന്ദ്രമന്ത്രി 2 ദിവസത്തിനു ശേഷം വീണ്ടും മണ്ഡലത്തിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളം വിട നൽകി. ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. ഭൗതികദേഹം KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള തുടങ്ങിയവർ ഇന്ദിരാഭവനിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, മുൻ KPCC അധ്യക്ഷന്മാർ, MLAമാർ, MP മാർ തുടങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ വൻ ജനാവലിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും ജാതീയമായി അധിക്ഷേപിച്ചു എന്ന ആരോപണവുമായി ജീവനക്കാർ. ദിയ കൃഷ്ണയുടെ ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിൽ ഇരുവർക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. കടയിൽ നിന്ന് ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ദിയയും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്ഥാപനത്തിലെ UPI പേയ്മെന്റിനായി ഏർപ്പെടുത്തിയ QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് 3 ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു. 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിൽ 3 പേർക്കുമെതിരെ കേസെടുത്തു. മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിലെ 1-ാം പ്രതിയായ ജീവനക്കാരിയുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു. തട്ടിപ്പ് കണ്ടെത്തിയതോടെ ജീവനക്കാരെ വിളിച്ചു. കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെട്ടു. 8 ലക്ഷം രൂപ ജീവനക്കാർ തിരിച്ചു നൽകി. ബാക്കി പണം ഉടൻ നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുത് അവർ ആവശ്യപ്പെട്ടതായി കൃഷ്ണകുമാർ പറഞ്ഞു. 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയ ഞങ്ങളിൽ പൈസ തരാം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റും, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും.
അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന ആരോപണവുമായാണ് പരാതിക്കാർ രംഗത്തെത്തിയത്. ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ടാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്നും പരാതിക്കാർ ആരോപിച്ചു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കിയെന്നാണ് ജീവനക്കാരുടെ പരാതിയിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ യുവാവിന് ക്രൂരമർദ്ദനമെന്ന് പരാതി. മർദ്ദനത്തിന് പിന്നാലെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയതായും ആരോപണം. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിച്ച യുവാവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കോയിപ്പുറം CI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും പരാതിക്കാരൻ പറഞ്ഞു. കോയിപ്പുറം സ്റ്റേഷനിലെ CI സുരേഷ് കുമാറും CPO ജോബിനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നും ശേഷം അഴുക്കുവെള്ളം കുടിപ്പിക്കുകയും നിർത്താതെ ചാടാൻ ആവശ്യപ്പെട്ടതായും പരാതിക്കാരൻ പറയുന്നു. കോഴഞ്ചേരി പുല്ലാട് സ്വദേശി കണ്ണനാണ് കോയിപ്പുറം പോലീസിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത്. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടാണ് കണ്ണൻ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഒത്തുതീർപ്പാക്കി വിടുകയും ഒരു പേപ്പറിൽ ഒപ്പിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ 2 ആഴ്ചയ്ക്കിപ്പുറം കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടെന്ന സമൻസ് വരികയായിരുന്നു. ഈ CIയും CIയുടെ വാഹനത്തിൽ ഈ ജോബിൻ എന്ന് പറഞ്ഞ പോലീസാണ് വരുന്നത്. അകത്ത് കയറി 2 പേര് യൂണിഫോം മാറി ഈ ജോബിൻ എന്റെ തോളത്ത് കൈയിടുക. എന്തോട്ടാ പറഞ്ഞ വിശേഷമൊക്കെ എന്നെ അകത്തോട്ട് കൊണ്ടുപോവാ. അകത്ത് കൊണ്ടുപോയി നിർത്തും തൊട്ട് പുറകെ CI വരുന്നു. ഈ ജോബിൻ ഒറ്റ അടി തലപ്പുറയിൽ അടിച്ചതേ ഉള്ളൂ, കുനിച്ചു കളഞ്ഞു. പിന്നെ 2 പേരും കൈമുട്ടുകൊണ്ട് 2 പേരും, അത് പോലീസിന്റെ നടപടി അങ്ങനെ ആയിരിക്കുന്നത് പിന്നെ അറിയുന്നത്. 2 പേരും കൈമുട്ട് വെച്ച് നല്ലതായിട്ട് തിരുമ്മി റെഡിയാക്കി നൂർത്തു. 2 പേര് 2 സൈഡും ചെപ്പിക്കൽ 2-3 എണ്ണം തന്നു. നല്ലതായിട്ട് ചാടിക്കുക എന്നെ കൊണ്ട്. ഞാൻ ഒരു പരുവത്തിന് ചാടി ശ്വാസം വിലങ്ങി നിൽക്കുക. അവിടെ മകിനകത്ത് വെള്ളം ഇട്ടു. പൂച്ച കുടിച്ചാണോ പട്ടി കുടിച്ച ആ വെള്ളം എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വെള്ളം കുടിക്കുക, ശ്വാസം വിടാൻ വയ്ക്കുന്ന. പിന്നെ അങ്ങനെ വെള്ളം കുടിക്കുന്നേ എന്റെ കവിടെ കുത്തി പിടിച്ചിട്ടോ ഈ ജോബിൻ താഴോട്ട് വെള്ളം ഒഴിക്കുക. തുപ്പുന്ന് ചാലും അങ്ങോട്ട് അകത്ത് പോയി. ഇന്നലെ വന്നേക്കുവാ കഞ്ചാവ് കൈവശം വെച്ചു, കഞ്ചാവ് വലിച്ചെന്നു അങ്ങോട്ട് എനിക്ക് തെറ്റി. കണ്ണന്റെ ശരീരമാസകലം മർദ്ദിച്ച പാടുകളുണ്ട്. ജോലിക്ക് പോകാൻ കഴിയുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ മാനസികമായിട്ട് ഇപ്പം പുള്ളി തകർന്നേക്കുക. കഴിഞ്ഞ ദിവസം വന്നേലും ഫാനയില് ചാവണമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വെച്ച് ഫാനെ കെട്ടി തൂങ്ങി ചാവാൻ തുടങ്ങി. ഞാനും മൂത്ത മോനും കൂടെ പോയാ രക്ഷപ്പെടുത്തിച്ചത്. ഞങ്ങൾ വെളിയിൽ നിൽക്കുമായിരുന്നു. പുള്ളി ഇപ്പൊ മാനസികമായിട്ട് അങ്ങ് തകർന്നേക്കുക. ശരീരം ആകസകലം അങ്ങ് വേദനയാ. ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകാനോ ഇതിന്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല സാറേ. ആരോപണ വിധേയനായ കോയിപ്പുറം CI സുരേഷ് കുമാർ നിലവിൽ മറ്റൊരു കസ്റ്റഡി മർദ്ദനാരോപണത്തിൽ സസ്പെൻഷനിലാണ്. CI സുരേഷ് കുമാറിനും CPO ജോബിനുമെതിരെ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് സംശയമെന്ന് പോലീസ്. നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്യും. വീട് വാടകയ്ക്കെടുത്തവർ ഉടമകൾക്ക് നൽകിയ വിവരങ്ങൾ പലതും വ്യാജമാണെന്നും പോലീസ് പറയുന്നു. കേസിൽ 8 പ്രതികളെയും ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. ഇതിൽ 3 പേർക്ക് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ഒരാൾ ജാമ്യക്കാരനില്ലാത്തതിനാൽ റിമാൻഡിലാണ്. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവ്. 24 മണിക്കൂറിനിടെ 192 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 1806 ആയി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രാജ്യത്ത് മൊത്തം കോവിഡ് ബാധിതരിൽ 31% കേരളത്തിലാണ്. ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ JN1 വകഭേദമായ LF7 ആണ് വ്യാപിക്കുന്നത്. ഭയപ്പെടേണ്ട വകഭേദമല്ലെങ്കിലും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട ഗണത്തിൽപ്പെടുന്നവയാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഓക്സിജൻ ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ആവശ്യമായ മരുന്നുകൾ എന്നിവയുടെ ലഭ്യതയും ഉറപ്പാക്കണം. രോഗലക്ഷണങ്ങളുള്ളവർ തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 5000 കടന്നു. പുതിയ കണക്കുകൾ പ്രകാരം രോഗബാധിതരുടെ എണ്ണം 5364 ആണ്. ഏറ്റവും അധികം രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. തൊട്ടുപിന്നിൽ ഗുജറാത്തും വെസ്റ്റ് ബംഗാളും ഡൽഹിയുമാണുള്ളത്. ഒമിക്രോൺ വിഭാഗത്തിലെ JN1 വകഭേദമായ LF7 ആണ് രാജ്യത്ത് വ്യാപിക്കുന്നത്. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട ഗണത്തിലാണ് ലോകാരോഗ്യ സംഘടന ഈ വകഭേദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇതേ വകഭേദമാണ് രോഗം പരത്തുന്നത്. പ്രായം കൂടിയവർ, നിയന്ത്രണമില്ലാത്ത പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ആസ്മ തുടങ്ങി രോഗപ്രശ്നങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം.
കിറ്റെക്സിനെ ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷണിച്ച് എൻ ചന്ദ്രബാബു നായിഡു സർക്കാർ. ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി എസ് സവിത കൊച്ചിയിലെ കിറ്റെക്സ് ഫാക്ടറി സന്ദർശിച്ചു. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി കിറ്റെക്സിലെത്തിയത്. വളരെ തൃപ്തികരമായിരുന്നു സന്ദർശനവും കൂടിക്കാഴ്ചയുമെന്ന് മന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതായും തുടർ ചർച്ചകൾക്കായി ആന്ധ്രയിലേക്ക് പോകുമെന്നും കിറ്റെക്സ് ഗ്രൂപ്പ് MD സാബു M. ജേക്കബ് അറിയിച്ചു. നടൻ ഷൈൻ ടോം ചാക്കോ പൂർണ്ണ ആരോഗ്യവാനെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ. ഷൈനിന്റെ ഷോൾഡറിന് താഴെ 3 പൊട്ടൽ, നട്ടലിനും ചെറിയ പൊട്ടലുണ്ട്. തിങ്കളാഴ്ച ഷൈനിന്റെ അച്ഛന്റെ സംസ്കാരം കഴിഞ്ഞ ശേഷം ഷൈനിന് ശസ്ത്രക്രിയ നടത്തും. 6 ആഴ്ച ഷൈനിന് വിശ്രമം വേണം. അമ്മയ്ക്ക് ഗുരുതര പരിക്കുകളുണ്ട്. ഇടുപ്പലിന് പൊട്ടലുണ്ട്. ഇടുപ്പലിന്റെ സ്ഥാനം മാറി. തലയ്ക്കും ചെറിയ ക്ഷതമുണ്ട്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല. ചാക്കോയുടെ മരണം അമ്മയെ അറിയിച്ചിട്ടില്ലെന്നും സൺ ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ സുജയ് പറഞ്ഞു. പുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹ്യൂമറസ്, അതായത് ലെഫ്റ്റ് ഈ ബോൺ, ഹ്യൂമറസ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് ബാക്ക് ബോണിൻ്റെ ഒരു വെർട്ടിബ്രയിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ ചെറിയൊരു ഫ്രാക്ചറാണ്. പിന്നെ മൾട്ടിപ്പിൾ കൺട്യൂഷൻസ് ഉണ്ട്, ചതവുകളുണ്ട്. അത് പ്രോബബ്ലി വണ്ടിയുടെ ഉള്ളിൽ വെച്ച് സംഭവിച്ചായിരിക്കും. ഇന്നലെ വൈകുന്നേരം അതവിടെ അഡ്മിറ്റഡ് ആയിപ്പോൾ സ്റ്റേബിളായിരുന്നു. എല്ലാ വൈറ്റൽസും സ്റ്റേബിളാണ്. ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ചെസ്റ്റ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ അബ്ഡോമിനൽ ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റർ സ്റ്റേബിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് കാരണം കൈയിന് പെയിനും കുറവായിരുന്നു. ഇന്നലെ അഡ്മിഷൻ ആയതിന് ശേഷം അദ്ദേഹത്തിന് പെയിനിന് വേണ്ട മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ സർജറിയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് സംവിധായകൻ ആഷിഖ് അബു. ഷൈനിന് സർജറി ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നും ആഷിഖ് അബു പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ദുഃഖമുണ്ടാക്കുന്നൊരു സംഗതിയാണ്. എന്നല്ലാതെ ഷൈൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഒന്നും പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല ഷൈൻ. കോഴിക്കോട് മാവൂരിൽ യുവാവിന് ക്രൂരമർദ്ദനമേറ്റു. കൊടുവള്ളി മാനിപുരം സ്വദേശി മിഥിലാജനാണ് പരിക്കേറ്റത്. മാവൂർ ഭാഗത്തേക്ക് കാറിൽ വരികയായിരുന്ന മിഥിലാജിനെ അതേ ദിശയിൽ 2 കാറുകളിലെത്തിയ സംഘം വഴി തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കാറിന്റെ ചില്ലുകളും സംഘം തകർത്തിട്ടുണ്ട്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ മാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപക പ്രിൻസിപ്പലും പ്രശസ്ത ആധ്യാത്മിക പണ്ഡിതനും നിരവധി സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകളുടെ കാര്യദർശിയുമായ ഡോക്ടർ DM വാസുദേവൻ ശതാഭിഷേകത്തിന്റെ നിറവിൽ. കുട്ടികളുടെ ഊർജ്ജത്തിനൊപ്പം അനുഭവത്തിന്റെ പക്വതയും ഒത്തിണങ്ങിയ സമുന്നത വ്യക്തിത്വമാണ് ഡോക്ടർ DM വാസുദേവനെന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. രാജ്യം കണ്ട മികച്ച വൈദ്യശാസ്ത്ര ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ DM വാസുദേവന്റെ ജീവിതം 1-2 കള്ളികളിൽ ഒതുങ്ങുന്നതല്ല. സമുദ്രം പോലെ ആഴവും പരപ്പുമുള്ള ഒരു സമുന്നത വ്യക്തിത്വം. മലപ്പുറം മഞ്ചേരി മംഗലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെയും മാധവിയമ്മയുടെയും മകനായി 1942 ജൂൺ 6 വാസുദേവന്റെ ജനനം. 1962 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം. തുടർന്ന് 1968 അവിടെ തന്നെ അധ്യാപകനായി നിയമനം കിട്ടി. അന്നു മുതൽ അധ്യാപനത്തിന് വഴിയായിരുന്നു ഡോക്ടർ DM വാസുദേവന്. ഒപ്പം പഠനവും ഗവേഷണവും. ബയോകെമിസ്ട്രി ആയിരുന്നു വിഷയം. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് MD പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകളിലായി അധ്യാപകനായി സേവനം നടത്തിയ അദ്ദേഹം ഗവേഷണത്തിനായിട്ടായിരുന്നു കൂടുതൽ സമയവും ചെലവഴിച്ചത്. ജീവശാസ്ത്രത്തിൻ്റെ ഭാഷയാണ് ബയോകെമിസ്ട്രി എന്ന് ഡോക്ടർ കരുതുന്നു. MBBS പഠിക്കുമ്പോൾ തന്നെ ബയോകെമിസ്ട്രി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഈ എക്സ്പെരിമെൻ്റ്, അതായത് ഗവേഷണങ്ങൾ നടത്തണമെന്ന ഒരു അഭിപ്രായം ആയിരുന്നു എനിക്ക് ആദ്യമേ തന്നെ. ഈ ഏത് ഗവേഷണം നടത്തണമെങ്കിലും അതിന് ബയോകെമിസ്ട്രി ടെക്നിക്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ബയോകെമിസ്ട്രിയിൽ നല്ല ഒരു അവഗാഹം ഉണ്ടായിരുന്നാൽ മാത്രമേ മറ്റു വിഷയങ്ങളിൽ പോലും ഒരു കാര്യമായ റിസർച്ച് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഏറ്റവും മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും അധികം വികസിച്ചു വരുന്ന ശാസ്ത്രശാഖ ബയോകെമിസ്ട്രിയാണ്. അതുകൊണ്ടാണ് ബയോകെമിസ്ട്രി തിരഞ്ഞെടുത്തത്. സ്വിറ്റ്സർലൻഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്പെരിമെൻ്റൽ ക്യാൻസർ റിസർച്ചിലും ലോകാരോഗ്യ സംഘടനയുടെ ഗ്രാൻഡോടുകൂടി അവിടെ തന്നെ രോഗപ്രതിരോധ ശാസ്ത്രത്തിൽ അഡ്വാൻസ് ട്രെയിനിങ് കോഴ്സും പൂർത്തിയാക്കിയ ഡോക്ടർ തുടർന്ന് ലണ്ടനിലെ ചെസ്റ്റർ ബീറ്റി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉപരിപഠനവും പൂർത്തിയാക്കി. ക്യാൻസറിനെതിരെ പ്രതിരോധം ശക്തമാക്കാനുള്ള മാർഗങ്ങൾ തേടിയായിരുന്നു ഡോക്ടറുടെ പ്രധാന ഗവേഷണം. 2002 അമൃത മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചപ്പോൾ
കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പലായിരുന്നു ഡോക്ടർ വാസുദേവൻ. നിലവിൽ അമൃത ആശുപത്രി റിസർച്ച് വിഭാഗത്തിൽ ഡീനായി പ്രവർത്തിച്ചു വരികയാണ്. പിറന്നാളിനോടനുബന്ധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ റിസർച്ച് ഡേ ആദരവ് നടത്തി. കുട്ടികൾക്ക് ഉത്സാഹമുണ്ട്, പക്ഷേ പക്വതയില്ല. പ്രായം ചെന്നവർക്ക് പക്വതയുണ്ട്, ഉത്സാഹമില്ല. ഇവിടെ പക്വതയും ഉത്സാഹവും ഒരുപോലെ ഉള്ള ഒരാളാണ് ഡോക്ടർ വാസുദേവൻ. കുട്ടിത്വം വിട്ടുമാറാത്ത പക്വത എന്ന് പറയാൻ പറ്റും നമുക്ക്. ഹൃദയ സംബന്ധമായ അപകട ഘടകങ്ങളിൽ വെളിച്ചെണ്ണ ഉപഭോഗത്തിന്റെ സ്വാധീനമില്ലെന്ന ഡോക്ടർ DM വാസുദേവന്റെ കണ്ടെത്തൽ മലയാളികൾക്കും കർഷകർക്കും ആശ്വാസമായി. തുളസിയിലയിലെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും കൊറോണറി ആർട്ടറി രോഗവിഷയങ്ങളിൽ പുകവലി, രക്തസമ്മർദ്ദം, പ്രമേഹം, പ്രായം എന്നിവയുമായി ഹൈപ്പർ ഹോമോസിസ്റ്റീനിയയുടെ ബന്ധവും ഡോക്ടറുടെ ഗവേഷണ പദ്ധതികളിൽ വന്നു. ഇപ്പോൾ ഭാര്യ ദേവിയുമൊത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്താണ് ഡോക്ടറുടെ താമസം. വിശ്രമം മറന്ന് കർമ്മനിരതനായി ആരോഗ്യമേഖലയിൽ തുടരുന്ന ഡോക്ടർ DM വാസുദേവന് മാനവസേവ തന്നെയാണ് മാധവസേവ. അമൃത ന്യൂസ്, കൊച്ചി.